ആണ് നമ്മുടെ നക്കിൾ എന്ന് പറയുന്നത്. ഈ നക്കിളിലോട്ടാണ് ഇത് കയറുന്നത്. അപ്പോൾ വീൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ മാറുന്ന സമയത്ത് വീൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം വീൽ അലൈൻമെൻറ്റ് ഇരിക്കുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഷോക്ക് അബ്സോർവർ മാറുന്ന സമയത്ത് അലൈൻമെൻറ്റ് ചെയ്യണോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ രാജാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എല്ലാവരും ഷോക്ക് അബ്സോർവർ മാറുന്ന കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അലൈൻമെൻറ്റ് കൂടി ചെയ്യണമെന്നുള്ളത് വിട്ടുപോകുന്നു. ശരിയല്ലെങ്കിൽ തിരുത്തുക. 100%. കാരണം ഷോക്ക് അബ്സോർവർ മാറുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ മാറുന്ന സമയത്ത് ശരിക്കും ആ ഷോക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നക്കിളും അതിൻ്റെ കൂട്ടത്തിലുള്ള ഫിറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് നമ്മൾ അഴിക്കുന്നത്. ചില കേസുകളിൽ ഷോക്ക് മാത്രം നമ്മൾ അഴിക്കും, നക്കിളും കാര്യങ്ങളൊന്നും തൊടത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ ചെറിയ രീതിക്ക് ഔട്ട് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ഷോക്ക് അബ്സോർവർ നമ്മുടെ മേളത്തെ പോർഷനായിട്ട്, അതായത് ആപ്രോണിൻ്റെ പോർഷനിലാണ് ഇരിക്കുന്നത്. ആപ്രോണിൻ്റെ പോർഷനും നേരെ വന്ന് താഴെ സെറ്റ് ചെയ്യുന്നത് നക്കിളുടെ പോർഷനിലാണ്. നക്കിളുടെ പോർഷൻ അഴിച്ച് കഴിയുമ്പോഴത്തേക്കും നക്കിൾ ഫ്രീ ആയി പോകും. നക്കിൾ ഫ്രീ ആകുന്ന സമയത്ത് നമ്മുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ടയറോടുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ആ ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ വരുന്നത് ഈ കാണുന്ന പോർഷനാണ് ഷോക്ക് അബ്സോർവർ. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ നമ്മുടെ നക്കിളിൻ്റെ പോർഷനാണ്. അതായത് നക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീൽ ബെയറിംഗ് ഒക്കെ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ ഹബ്ബ് വന്ന് കയറുന്നതിൻ്റെ ഈ വീൽ ബെയറിംഗ് എല്ലാം കണക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനെയാണ് നക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്കിൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷനിലാണ് നമ്മുടെ ഈ ഷോക്ക് വന്നത്. അതായത് ഈ ഷോക്കിൻ്റെ ഇവിടെ വന്ന് ബോൾട്ട് ചെയ്യുന്നത്. 2 ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റോഡ്, അതായത് ഇത് ഈ കാണുന്നത്, ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റോഡ് വരുന്നത്. ഇത് നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ നക്കിളിലോട്ടാണ്. ഇതാണ് നമ്മുടെ നക്കിൾ എന്ന് പറയുന്നത്. ഈ നക്കിളിലോട്ടാണ് ഇത് കയറുന്നത്. അപ്പോൾ വീൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷോക്ക് മാറുകയാണെങ്കിൽ ഈ മേളിൽ കാണുന്ന ഈ ഒരു ഷോക്ക് അബ്സോർവറാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഈ മേളിൽ കാണുന്ന ഈ ഷോക്ക് അബ്സോർവറാണ് മാറുന്നത്. അപ്പോൾ ഇവിടുന്ന് അഴിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ നക്കിൾ ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിലോട്ടൊരു ചെറിയ ഫോഴ്സ് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ ചെറിയൊരു അനക്കം തട്ടുന്നുണ്ട്. അതായത് ഒട്ടും ഫോഴ്സ് വരത്തില്ലെന്നല്ല, കൂടുതലും ഫോഴ്സ് വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെറിയൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിക്ക് വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നമ്മുടെ ഷോക്കെല്ലാം മാറുകയാണെങ്കിൽ, അത് സസ്പെൻഷൻ്റെ ബുഷ്, സ്ട്രട്ട് കാര്യങ്ങളൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ചിലപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഔട്ടോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ആ ഒരു 325 രൂപ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് നിങ്ങളൊരു വലിയ നഷ്ടമായിട്ട് കാണണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഷോക്കൊക്കെ നമ്മൾ എപ്പോഴും മാറുന്നൊരു കേസല്ല, വല്ലപ്പോഴും, അല്ലെങ്കിൽ അതുപോലെ ഷോക്കിന് ഹാർഡ് ആവുക, അല്ലെങ്കിൽ ഷോക്കിൻ്റെ ബുഷിന് കംപ്ലയിൻറ്റ് വരികയൊക്കെ വരുമ്പോഴേ നമ്മളത് മാറാറുള്ളൂ. അങ്ങനെ മാറുന്ന സമയത്ത് അലൈൻമെൻറ്റും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.